വളരെ പ്രധാനപ്പെട്ട വാർത്ത. ശബരിമല യുവതീ പ്രവേശന നിലപാടിനൊപ്പം സീനിയർ അഭിഭാഷകനെയും മാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദിയാണ് മാറ്റിയത്. മുൻപ് യുവതീ പ്രവേശനത്തെ എതിർത്ത സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ബോർഡിന് വേണ്ടി ഹാജരാക്കും. നിലപാട് മാറ്റാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് അഭിഭാഷകനെ മാറ്റിയതെന്നാണ് സൂചന. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലഗോപാൽ, നേരത്തെ അഭിഷേക് സിംഗ്വിയുടെ ആവശ്യപ്രകാരമാണ് സത്യവാങ്മൂലം നൽകാൻ കുറച്ച് സമയം കൂടി അനുവദിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന് സാഹചര്യത്തിന് അനുകൂലമായ നിലയിലേക്ക് സംവിധാനങ്ങൾ മൊത്തം മാറുകയാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഇനി സുപ്രീം കോടതിയിൽ ഹാജരാകുക സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ആയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് അഭിഷേക് മനു സിംഗ്വി ഇന്ന് കോടതിയിൽ ഹാജരായി ഈ വാദങ്ങൾ എഴുതി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലപാട് മാറ്റം. കാരണം 2019 ഫെബ്രുവരി 6 ശബരിമല പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നത് സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദിയായിരുന്നു. അന്ന് ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സമീപനമാണ് എന്ന വാദമാണ് രാകേഷ് ദ്വിവേദി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എല്ലാ വിഭാഗക്കാർക്കും ശബരിമലയിൽ പ്രവേശിപ്പിക്കാമെന്ന നിലപാട് രാകേഷ് ദ്വിവേദി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറുന്നുവെന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഏറെക്കുറെ അത് യാഥാർത്ഥ്യവുമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ യുവതീ പ്രവേശനത്തെ അന്ന്, അതായത് 2019 ഫെബ്രുവരി 6 സുപ്രീം കോടതിയിൽ ശക്തമായി എതിർത്ത അഭിഷേക് മനു സിംഗ്വിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തങ്ങളുടെ അഭിഭാഷകനായി ഹാജരാക്കുന്നത്. ഏറ്റവും വലിയ ഒരു വിരോധാഭാസം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പുനഃപരിശോധനാ ഹർജിയുടെ സമയത്ത് കോൺഗ്രസ് നേതാവായ പ്രയാർ ഗോപാലകൃഷ്ണൻ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായിട്ടായിരുന്നു ഈ അഭിഷേക് മനു സിംഗ്വി ഈ യുവതീ പ്രവേശനത്തെ എതിർത്തിരുന്നത്. അതേ അഭിഷേക് മനു സിംഗ്വിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ യുവതീ പ്രവേശനത്തെ എതിർക്കുവാൻ വേണ്ടി ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയെ ഹാജരാക്കുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി മുമ്പും അഭിഷേക് മനു സിംഗ്വി ഹാജരായിട്ടുണ്ട്. പക്ഷേ നിലപാട് മാറ്റത്തോടൊപ്പം തന്നെ സീനിയർ അഭിഭാഷകനെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറ്റുന്നു എന്നതാണ് വളരെ കൗതുകകരമായ കാര്യം. അഭിഷേക് മനു സിംഗ്വിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബോർഡിന്റെ നിലപാട് എഴുതി നൽകുന്നതിന്, വാദം എഴുതി നൽകുന്നതിന് അടുത്ത തിങ്കളാഴ്ച വരെ സുപ്രീം കോടതി സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും വളരെ നിർണായകമായൊരു സമയം ലഭിക്കലാണ് ബോർഡിനെ സംബന്ധിച്ച്. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം നൽകിയാൽ മതി. അഭിഷേക് സിംഗ്വി ബോർഡിന് വേണ്ടി കോടതിയിൽ ഹാജരാകാനും എത്തുന്നു എന്നതുകൂടിയാണ് ബാലഗോപാൽ പങ്കുവച്ച വിവരങ്ങൾ.